നേതാവായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ശേഷം ഇറാൻ ഭരണകൂടത്തെ സുസംഘടിതമായി നിലനിർത്താൻ സുപ്രധാന പങ്ക് വഹിച്ച പരമോന്നത സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് IRGC. ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ ആക്രമണത്തിലാണ് അലി ലാറിജാനി കൊല്ലപ്പെട്ടത്. ഇന്ന് ശത്രുവിന്റെ ആകാശം നിങ്ങൾ കൂടുതൽ വർണ്ണാഭമായിരിക്കും എന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയർഫോഴ്സ് കമാൻഡർ സർദാർ മൗസവി പറഞ്ഞു. വേഗത്തിലുള്ള തിരിച്ചടിക്കും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പിന്നാലെ ആക്രമണം ആരംഭിച്ചതായിട്ട് IRGC അറിയിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ ടെൽ അവീവിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ വിവിധയിടങ്ങളിൽ മിസൈൽ പതിച്ചതും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലാറിജാനിയെ കൂടാതെ ഇറാന്റെ ബാസിദ് സേനയുടെ മേധാവി ഗുലാം റൈസൈ സുലൈമാനിയും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വധിച്ചിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ദിനമായിട്ടുള്ള ഫെബ്രുവരി 28-നാണ് അയത്തുള്ള അലി ഖമേനിയെ ഇസ്രയേലും US-ഉം ചേർന്ന് വധിച്ചത്. അതിന് പിന്നാലെയാണ് ലാറിജാനി ഇറാന്റെ ചുക്കാൻ ഏറ്റെടുത്തത്. US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണം വകവയ്ക്കാതെ ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന റാലിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പാർലമെന്റ് സ്പീക്കറായും മുതിർന്ന നയ ഉപദേഷ്ടാവായും പ്രവർത്തിച്ച ശേഷമാണ് ലാറിജാനി പരമോന്നത സുരക്ഷാ കൗൺസിലിനെ നയിക്കാനെത്തിയത്. ട്രംപ് സർക്കാരുമായിട്ടുള്ള ആണവ ചർച്ചയിൽ ഇറാന്റെ പ്രതിനിധിയും ഖമേനിയുടെ ഉപദേഷ്ടാവുമായിരുന്നു. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന സായുധ വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലുള്ള ബാസിദ് സേന. 2026 ജനുവരിയിലുണ്ടായ പ്രക്ഷോഭത്തെ ബാസിദ് ക്രൂരമായിട്ട് നേരിട്ടത് സുലൈമാനി കീഴിലാണെന്നാണ് ഇസ്രയേലിന്റെ വാദം. വിയോജിപ്പുകൾ അടിച്ചമർത്തുന്നതിലെ പങ്ക് ചൂണ്ടിക്കാട്ടി US-ഉം യൂറോപ്യൻ യൂണിയനും ഇദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. ആഗോള പ്രത്യാഘാതങ്ങളുടെ തരംഗം ആരംഭിച്ചിട്ടേയുള്ളൂ. സമ്പത്ത്, വിശ്വാസം, വംശം എന്നിവ പരിഗണിക്കാതെ എല്ലാവരെയും ഇത് ബാധിക്കുമെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.